ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10, വിഭൂതിയോഗം. ശ്ലോകം 37, പേജ് നമ്പർ 568. വൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയഃ മുനീനാമപ്യഹം വ്യാസഃ കവീനാമുശനാ കവിഃ. പദാനുപദം. വൃഷ്ണീനാം വൃഷ്ണികളിൽ വെച്ച്, വാസുദേവഃ വാസുദേവനും ദ്വാരകയിലെ കൃഷ്ണനും, പാണ്ഡവാനാം പാണ്ഡവരിൽ വെച്ച് ധനഞ്ജയഃ ധനഞ്ജയനും, അസ്മി ഞാനാകുന്നു, മുനീനാം മുനികളിൽ വെച്ച് വ്യാസഃ വ്യാസനും, കവീനാം ചിന്തകരിൽ വെച്ച് ഉശനാഃ ഉശനസ്, കവിഃ അപി കവിയും, അഹം അസ്മി ഞാനാകുന്നു. വിവർത്തനം. വൃഷ്ണികുലത്തിൽ വാസുദേവനും, പാണ്ഡവരിൽ അർജുനനും, മുനികളിൽ വ്യാസനും, ചിന്തകരിൽ ഉശനാ കവിയുമാണ് ഞാൻ. ഭാവാർത്ഥം. ആദിപുമാനായ ഭഗവാനാണ് കൃഷ്ണൻ. ബലരാമൻ കൃഷ്ണൻ്റെ അടുത്ത രൂപവിസ്തരണവും. കൃഷ്ണനും ബലരാമനും വസുദേവപുത്രന്മാരായിട്ടാണ് പിറന്നത്. രണ്ടു പേരെയും വാസുദേവനെന്നു പറയുന്നതിൽ തെറ്റില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, കൃഷ്ണൻ വൃന്ദാവനം വിട്ടു പോകാറില്ല. അതുകൊണ്ട് മറ്റെവിടെയെങ്കിലും പ്രത്യക്ഷീഭവിക്കുന്നവ അദ്ദേഹത്തിൻ്റെ രൂപവിസ്തരണങ്ങളാണെന്നു പറയാം. കൃഷ്ണൻ്റെ തൊട്ടടുത്ത രൂപവിസ്തരണമാകയാൽ വാസുദേവൻ ബലദേവൻ അഥവാ ബലരാമനത്രേ. എല്ലാ അവതാരങ്ങളുടെയും ആദിമൂലമാകയാൽ അദ്ദേഹമാണ് വാസുദേവൻ്റെ സ്രോതസ്സ്. കൃഷ്ണന് ഏറ്റവും അടുത്ത ഇത്തരം രൂപവിസ്തരണങ്ങളെ സ്വാംശങ്ങളെന്നു പറയുന്നു. ഭഗവാന് വിഭിന്നാംശങ്ങളെന്ന വിസ്തരണങ്ങളുമുണ്ട്. പാണ്ഡവരിൽ അർജുനൻ ധനഞ്ജയൻ എന്ന പേരിൽ പ്രശസ്തനാണ്. ഉത്തമ പുരുഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹം കൃഷ്ണൻ്റെ പ്രതിനിധിയാണ്. വൈദിക ജ്ഞാനത്തിൽ വേണ്ടത്ര പാണ്ഡിത്യം നേടിയ മുനികളിൽ ശ്രേഷ്ഠൻ. വൈദിക ജ്ഞാനത്തെ ഈ കലിയുഗത്തിൽ സാധാരണ ജനങ്ങൾക്കു മനസ്സിലാക്കത്തക്കവണ്ണം വിവിധ രീതികളിൽ അവതരിപ്പിച്ച വ്യാസനാണ്. വ്യാസനും കൃഷ്ണൻ്റെ അവതാരമായി അറിയപ്പെടുന്നു.
അദ്ദേഹവും ഭഗവത് പ്രതിനിധിയാണ്. ഏതു വിഷയത്തെക്കുറിച്ചും അഗാധമായി ചിന്തിച്ചറിയുവാൻ കഴിവുള്ളവരത്രേ കവികൾ. അവരിൽ അസുരന്മാരുടെ ഗുരുവായ ഉശനസ് അഥവാ ശുക്രാചാര്യരാണ് ഏറ്റവും ബുദ്ധിശാലിയും ദൂരദർശിയുമായ രാജതന്ത്രജ്ഞൻ. അങ്ങനെ ശുക്രാചാര്യർ ഭഗവദൈശ്വര്യത്തിൻ്റെ മറ്റൊരു പ്രതിനിധിയാകുന്നു. ഹരേ കൃഷ്ണ.